ആർ അനന്തകൃഷ്ണൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്ത, കാസർഗോഡ് കോടതി, ഹോസ്ദുർഗ് കോടതി പരിസരത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോലീസ് എല്ലാം മുന്നിൽ കൃത്യമായിട്ട് തന്നെ എല്ലാം നിൽപ്പുണ്ട്, ഒപ്പം തന്നെ ജഡ്ജി ഉള്ളിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരമായിരിക്കില്ലേ ജഡ്ജി ഉള്ളിലുള്ളത്? എന്തുകൊണ്ട് പോകുന്നില്ല? അതും ഒരു സംശയം ജനിപ്പിക്കുന്നതാണ്. പൂജ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കസ്റ്റഡി എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു കസ്റ്റഡി ഇല്ല എന്നാണ് SIT വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു അറസ്റ്റോ കസ്റ്റഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഹോസ്ദുർഗ് മേഖലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കീഴടങ്ങൽ ഉണ്ടാകും എന്നുള്ള ഒരു ഊഹാപോഹം അവിടെ പടർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സന്നാഹമാണെന്നാണ് ഇപ്പോൾ നമ്മൾ പോലീസ് കേന്ദ്രങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കുടകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നുവെന്നും കുടകിൽ നിന്ന് ഹോസ്ദുർഗിലേക്ക് കീഴടങ്ങാൻ വരും എന്നുമുള്ള ഒരു ഊഹാപോഹം അവിടെ ഉണ്ടായി. അത് സംബന്ധിച്ച് ചില രഹസ്യ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സന്നാഹത്തിൻ്റെ കാരണമായി വിശദീകരിക്കുന്നത്. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തതായി ഒരു സ്ഥിരീകരണവും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഒരു പക്ഷേ പോലീസിൻ്റെ അഭ്യർത്ഥന, അങ്ങനെ ഒരു ഇനി കീഴടങ്ങൽ ഉണ്ടെങ്കിൽ അതിന് അവസരമൊരുക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാകണം മജിസ്ട്രേറ്റ് കൂടി അവിടെ തുടരുന്നത്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഔദ്യോഗികമായി കസ്റ്റഡി ഉണ്ടായതായി പോലീസ് അറിയിക്കുന്നില്ല. അങ്ങനൊരു കസ്റ്റഡി സ്ഥിരീകരിക്കുന്നുമില്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കഴിയും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്നും അങ്ങനെ ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ബന്ധപ്പെടുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ അറസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സ്ഥിരീകരിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ അവിടെ ഒരു അഭ്യൂഹം പടർന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രഹസ്യ വിവരം പോലീസിനുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കുടകിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഹോസ്ദുർഗ് കോടതിയിലേക്ക് കീഴടങ്ങാൻ വരുന്നു എന്നുള്ളത്. പക്ഷേ കോടതി സമയം കഴിഞ്ഞു, ഇനി അങ്ങനെ വരുമോ, അതല്ല ഇനി കീഴടങ്ങാനുള്ള അവസരം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ മജിസ്ട്രേറ്റിനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യം വ്യക്തമാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇനി ഏതെങ്കിലും അഭിഭാഷകൻ മുഖേന മജിസ്ട്രേറ്റിനോട് കീഴടങ്ങാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. പക്ഷേ പോലീസ് പറയുന്നത് കസ്റ്റഡി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഏതാണ്ട് വന്നിട്ടുണ്ട്. അത് കസ്റ്റഡി ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അന്വേഷണ സംഘം കൃത്യമായിട്ട് നമ്മൾ തുടക്കം മുതൽ തന്നെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ നീക്കങ്ങൾ എങ്ങനെയാണ്, എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായിട്ട് അന്വേഷണ സംഘം ലൊക്കേറ്റ് ചെയ്തതുമല്ലേ? തീർച്ചയായിട്ടും കർണാടകയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു. ബാംഗ്ലൂരുവിൽ എത്തിയിരുന്നു എന്നും സ്ഥിരീകരിച്ചിരുന്നു. അത് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഭാഗത്തേക്ക് നീങ്ങിയതായുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ബഗലൂർ എന്ന് പറയുന്ന തമിഴ്നാട് കർണാടക അതിർത്തി ഗ്രാമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദിവസം തങ്ങി എന്നത്, അവിടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് പോകാനാണ് എളുപ്പമാർഗം. മാത്രമല്ല അവിടെ നിന്ന് മൈസൂർ ഭാഗത്തേക്കും കുടകിലേക്കുമൊക്കെ കർണാടകയിൽ കടന്നു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ സാധിക്കും. മാത്രമല്ല രാഹുലിൻ്റെ സഞ്ചാരം കൃത്യമായ കവറിങ്ങോടെയാണ്. മറ്റൊരു സംഘം രാഹുലിനെ കവർ ചെയ്ത് സഞ്ചരിക്കുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി എന്നുള്ളതും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ സംബന്ധിച്ച് കൃത്യമായ വിവരമില്ലായിരുന്നു. പക്ഷേ ബംഗളൂരുവിൽ ചിലരെ കോൺടാക്ട് ചെയ്തതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബംഗളൂരുവിൽ ഏതെങ്കിലും കോടതിയിൽ കീഴടങ്ങുമോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ രീതിയിൽ പോലീസ് വലവിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം പൊടുന്നനെയാണ് ഈ ഹോസ്ദുർഗ് കേന്ദ്രീകരിച്ചൊരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനുള്ള സന്നദ്ധത അറിയിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതല്ലാതെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളൊരു വിവരം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നേയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേസമയം ഒളിവ് ജീവിതം തുടരുന്നേക്കാം എന്നുള്ള ഒരു നിഗമനം കൂടി പോലീസിനുണ്ട്. കാരണം നാളെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ആ സാധ്യത കൂടി തേടിയതിനു ശേഷം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ എന്നുള്ളൊരു നിഗമനം കൂടി പോലീസിനുണ്ട്. ഏതായാലും നിലവിൽ അയാളുടെ കീഴടങ്ങലാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡേക്ക് കൂടി പോകാം. സാരംഗ് സുരേഷ് ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ തന്നെയുണ്ട് വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട്. സാരംഗ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കസ്റ്റഡിയിലുണ്ടോ എന്നുള്ളതിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണവും ഇതുവരെയും വന്നിട്ടില്ല. ഇതിപ്പോൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് മാത്രം കാണാൻ പറ്റുമോ? ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കാണാൻ കഴിയുമോ എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് രാവിലെ തന്നെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ പോലീസ് വലിയ തോതിലുള്ള
ചെക്കിംഗ് ഒക്കെ തന്നെ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. ഹൈവേ പോലീസ് അടക്കം പെട്രോളിംഗ് ശക്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് അതോടൊപ്പം തന്നെ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതികളിലും പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവരം വരുന്നത്. ഒരുപക്ഷെ രാഹുൽ ഹോസ്ദുർഗിലേക്ക് എത്തിയേക്കാമെന്നുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. വലിയ തോതിൽ ഒരു ജനക്കൂട്ടം ഇവിടെ നിൽക്കുന്നു. പോലീസ് സന്നാഹം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തോതിൽ സംസ്ഥാനത്ത് മറ്റേത് ഒരു കോടതിയിലും കാണാത്ത രീതിയിലുള്ള വലിയ പോലീസ് സന്നാഹം ഇവിടെ എത്തുന്നു. ഡിവൈഎസ്പി നേരിട്ടെത്തി ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നു. ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്നത് ഇപ്പോഴും ഹോസ്ദുർഗ് കോടതിക്കകത്ത് തുടരുകയാണ് ജഡ്ജി എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ചില ഉദ്യോഗസ്ഥർ കൂടി ഇവിടെ തുടരുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു പക്ഷേ രാഹുൽ കീഴടങ്ങാനുള്ള, നേരത്തെ കർണാടകത്തിലാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ വിവരം SITക്ക് ലഭിച്ചിരുന്നു. അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കർണാടകയ്ക്ക് തൊട്ടരികിൽ നിൽക്കുന്ന ഒരുപക്ഷെ ഈ കുടക് മേഖല, അതോടൊപ്പം തന്നെ സുള്ളിയ മേഖല, പുത്തൂർ മേഖലയിലൊക്കെ തന്നെ രാഹുൽ ഒളിവിലിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന മജിസ്ട്രേറ്റ് കോടതി എന്നത് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് കോടതിയാണ്. അപ്പോൾ ഇവിടെ എത്തുകയാണെങ്കിൽ ഇവിടെ എത്താൻ തന്നെയാണ് വലിയ സാധ്യത നിലനിൽക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ പൊതുപ്രവർത്തകർ കൂടുന്നു, നാട്ടുകാർ കൂടുന്നു. അത്തരത്തിൽ ഇവിടെ രാഹുൽ എത്തുകയാണെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാവുന്ന രീതിയിലേക്ക് തന്നെയുള്ള കാഴ്ചകളാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കോടതിയിലേക്ക് ഇപ്പോൾ ആളുകളുടെ പ്രവേശനം നിയന്ത്രിച്ചുകൊണ്ട് ഇപ്പോൾ ഗേറ്റ് പൂർണ്ണമായി പൂട്ടി ഇട്ട കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉള്ളിലും നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു പക്ഷേ ഇവിടെ എത്തിച്ചേരാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മുൻ കാണേണ്ടതായുള്ളത്. ഇനി ചെറിയൊരു നേരിയ സാധ്യത ഇവിടെ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ അത്തരത്തിലുള്ള ചില സാധ്യതകളൊക്കെ തന്നെ ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് എന്നത് ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പക്ഷേ രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയും നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്തും എന്നുള്ളൊരു അഭ്യൂഹമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹമുണ്ട്. കോടതി ഇപ്പോഴും തുടരുകയാണ്. മുൻപിലായിട്ട് ജനങ്ങളൊക്കെ തന്നെയുമുണ്ട്. മറ്റ് BJPയുടെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ തന്നെയും പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് അവിടെയുണ്ട്. അങ്ങനെ നാടകീയമായ രംഗങ്ങളാണ് നടക്കുന്നത്. അതിനിടയിലും ആകാംക്ഷയോടുകൂടി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ വേണ്ടിയിട്ട് ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. കാസർഗോഡ് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ, ഏതെല്ലാം തരത്തിലാണ് അന്വേഷണം ഇപ്പോൾ ജില്ലയിൽ ഉൾപ്പെടെ പോകുന്നത് തുടങ്ങി വിവിധ വിവരങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കർണാടകത്തിലുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിച്ചത്. അന്വേഷണ സംഘം രാഹുലിന്റെ സൂചനകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഹോസ്ദുർഗ് കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് നിലനിൽക്കുന്നത്.